ഹായ് കൂട്ടുകാരെ, ഹാപ്പി മോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുഞ്ഞുങ്ങളെ എഴുതി തുടങ്ങുമ്പോൾ തന്നെ ഏറ്റവും ബുദ്ധിമുട്ടുന്ന കാര്യമാണ് അവർക്ക് പെൻസിൽ ഗ്രിപ്പ് കിട്ടുന്നില്ല, അവർക്ക് പെൻസിൽ നേരെ പിടിക്കാൻ കഴിയുന്നില്ല. ഏത് സമയം നോക്കിയാലും ഈ ഒരു രീതിയിലാണ് അവർ പെൻസിൽ പിടിച്ച് എഴുതുന്നത്. അപ്പോൾ ഈ 5 വിരലും കൂട്ടി പിടിച്ചിട്ടാണ് അവർ എഴുതുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ കുഞ്ഞുങ്ങളെ എഴുതി തുടങ്ങുമ്പോൾ അവർക്ക് ചെറിയ പീസ് ചോക്ക് അല്ലെങ്കിൽ പെൻസില്, സ്ലേറ്റ് പെൻസില് അങ്ങനെ കൊടുക്കുകയാണ് ഏറ്റവും നല്ലത്. കാരണം ഈ ചെറിയ ചെറിയ പീസ് യൂസ് ചെയ്യുമ്പോൾ അവർക്ക് ഒരിക്കലും ഈ ഒരു രീതിയിൽ പിടിച്ചിട്ട് എഴുതാൻ കഴിയൂല. അപ്പോൾ ഈ ഒരു 3 വിരൽ യൂസ് ചെയ്ത് തന്നെ അവർ കൂടുതലും എഴുതാൻ ശ്രമിക്കും. അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ അടുത്തൊരു കാര്യമാണ്, നമ്മൾ പെൻസിൽ യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ കുട്ടികൾ ഈ ഒരു രീതി തന്നെ ആയിരിക്കും പിടിക്കുക. അപ്പം എത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലാവില്ല, പിന്നെ ഈ ഒരു രീതി തന്നെ പിടിക്കും. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇവർക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഒരു ഗ്രിപ്പ് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിങ്ങനെ വഴുതി പോകും. അപ്പോൾ അവർ ഈ ഒരു രീതിയാണ് അവർക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഇങ്ങനെ ഈ ഒരു രീതിയിൽ തന്നെ പിടിക്കുന്നത്. അപ്പോൾ നമ്മൾ പെൻസിൽ വരയ്ക്കാനൊക്കെ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾക്ക് പറഞ്ഞു കൊടുക്കാം, ക്രോക്കോഡിൽ അല്ലെങ്കിൽ അലിഗേറ്റർ വന്നിട്ട് ഈ പെൻസിലിനെ കടിച്ചു ഈ ഒരു രീതിയിൽ ഇങ്ങനെ പെൻസിലിനെ കടിച്ച് പിടിച്ചിട്ടാണ്, കണ്ടില്ലേ, പിടിച്ചിട്ടാണ് എഴുതുക എന്നൊക്കെ. അപ്പോൾ അവർക്ക് ഈ ക്രോക്കോഡിൽ അല്ലെങ്കിൽ അലിഗേറ്റർ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് വേഗം മനസ്സിലാവും. അത് എപ്പോഴും അവരെ മെമ്മറിയിൽ ഓർത്ത് വെക്കാനും അവർക്ക് ഈസിയാണ്. അപ്പോൾ ഈ ഒരു രീതി കൂടി നമുക്ക് യൂസ് ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഉള്ളതാണ് ഗ്രിപ്പ് കിട്ടാൻ കുറച്ച് മാർഗങ്ങൾ, നമുക്ക് തന്നെ ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഗ്രിപ്പ് കിട്ടാൻ നമുക്ക് ഇങ്ങനെ ഒരു റിബൺ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം. എന്നിട്ട് പെൻസിലിൽ ജസ്റ്റ് ഒന്ന് ചുറ്റി വെക്കാം. അപ്പോൾ അവർക്ക് ഇതിങ്ങനെ ചെയ്താൽ അവർക്ക് ഓർമ്മ ഉണ്ടാവും ഇവിടെ തന്നെ പിടിക്കണം. അപ്പോൾ അവർക്ക് പിടിക്കാനും ഒരു സുഖമാണ്. ഇങ്ങനെ വൈദ്യ പോകാതിരിക്കാനും ഈ ഒരു റിബൺ സഹായിക്കും. അങ്ങനെ നമുക്ക് എന്തെങ്കിലും ഇതുപോലെ എന്തെങ്കിലും ടിഷ്യൂ വെച്ചിട്ട് പ്ലാസ്റ്റർ വെച്ചിട്ട് അങ്ങനെ കട്ടിയിലോ അങ്ങനെ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ തന്നെ അവർക്ക് ഓർമ്മ ഉണ്ടാവും, കാരണം ഇവിടെ പിടിക്കാനും ഒരു സുഖം ഉണ്ടാവും. അങ്ങനെ വൈദ്യ പോവില്ല. ഇതാണ് ഇത് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാം. പിന്നെ രണ്ടാമത്തെ ഇങ്ങനെ ഒരു പേപ്പർ ക്ലിപ്പ് ജസ്റ്റ് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കൈയിടുക. നമുക്ക് ഈ ഒരു രീതിയിൽ പിടിച്ചിട്ടും വരപ്പിക്കാം. ഈ ഒരു രീതിയിൽ നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഉള്ളത്, നമുക്ക് ഈ വിരലുകളൊക്കെ പിടിക്കാൻ കൂട്ടി പിടിക്കുക, ഇത് യൂസ് ചെയ്യരുത് എന്ന് അവർക്ക് ഓർമ്മ ഉണ്ടാവണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ പോം അല്ലെങ്കിൽ ടിഷ്യൂ അതൊക്കെ നമുക്ക് കയ്യിൽ കൊടുക്കാം. ഇത് പിടിച്ച് അവിടെ ഇരിക്കണം കേട്ടോ, മറ്റേ കൈ കൊണ്ട് എഴുതാൻ പറ്റുള്ള ആ ഒരു രീതിയിൽ. അപ്പോൾ അവർ മറക്കൂല, കാരണം അല്ലെങ്കിൽ അവർ പിന്നെ ഈ ഒരു രീതിയിൽ പിടിക്കാൻ നോക്കും. അപ്പോൾ ഈ ഒരു സാധനം ഇവിടെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇത് പിടിച്ചിട്ട് തന്നെ എഴുതാൻ നോക്കും. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാം. പിന്നെ ഉള്ളതാണ് നമുക്ക് സോക്സ് ഈ ഒരു ചുണ്ടുവിരലും തള്ളവിരലും ആ ഒരു ഭാഗത്ത് കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു രീതിയിലും യൂസ് ചെയ്യാം. ഞാനത് ആദ്യം കട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ അവർക്ക് ഓർമ്മ അവർക്ക് ഈ കൈയൊക്കെ കണ്ടില്ലേ മൂടിയൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലും എഴുതാൻ കൊടുക്കാം. അപ്പോൾ പിന്നെ ഉള്ളതാണ് ഇങ്ങനെ ഒരു റിബൺ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇത് കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് ചെറിയൊരു 2 റിബണ്, പിന്നെ ജസ്റ്റ് ഒരു നൂല്, ഒരു കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു സാധനം, ഒരു ചെറിയ ഇതിപ്പോൾ പാവക്കുട്ടിയാണ്, അപ്പോൾ ഞാൻ ഒരു സ്റ്റാർ എടുത്തിട്ട് ഉണ്ടാക്കി തരാം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ ജസ്റ്റ് ഒരു സ്റ്റാറിൽ ഒരു റബ്ബർ ഇട്ടിട്ട് അല്ലെങ്കിൽ ഒരു നൂല് കെട്ടിയിട്ടുള്ള ഒരു ഇത്, പിന്നെ ഒരു 2 റിബണും. അപ്പോൾ ചെറിയ റിബൺ ഒരു സൈഡിൽ കെട്ടുക, മറ്റത് മറ്റേ അടിഭാഗത്തോ അങ്ങനെ. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് കയ്യിലിടുക, എന്നിട്ട് മേൽഭാഗം ഈ റിബൺ ഇവിടെ വരിക. അപ്പോൾ ഇത് പറഞ്ഞാൽ കുട്ടികൾക്ക് കയ്യിൽ പിടിക്കാനുള്ള. അപ്പോൾ നമുക്കൊരു കയറ് ഇട്ടിട്ടൊക്കെ വെച്ചാൽ മതി. ഇത് കുട്ടികൾ പിടിക്കാൻ കൊടുക്കുക. പിന്നെ ഇത്
നമുക്ക് പെൻസിൽ ജസ്റ്റ് ഇട്ടിട്ട് ഇവർക്ക് പിടിക്കാൻ കൊടുക്കുക. അപ്പോൾ അത് അങ്ങനെ തന്നെ ഇരുന്നോളും കുട്ടികളുടെ കയ്യിൽ. അപ്പോൾ ഈ ഒരു മെത്തേഡും കൂടി യൂസ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഏതെങ്കിലുമൊക്കെ മെത്തേഡ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയും വരുന്നത് വരേക്കും ബൈ.